എല്ലാം ഡയറക്ടർ കുറച്ച് എല്ലാവർക്കും ഫോണൊക്കെ ഇച്ചിരി താത്തെടുക്കണം. കണ്ണീര് എനിക്ക് തോന്നില്ല. ഞാൻ പടം കണ്ടിട്ട് കരഞ്ഞതാ. ഒരുപാട് പേര് പടം കണ്ടിട്ട് കരയുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് അറിയാലോ ഹ്യൂമറിലൂടെയും, സെക്കൻഡ് ഹാഫ് ചിന്തിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തതാണ് സിനിമ. ചിരിക്കാനും ചിന്തിക്കാം, അതാണ് വേണ്ടത്. ചിരിക്കാൻ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പിള്ളേര്? പൊളിയല്ലേ അവന്മാര്, നമ്മളെ ഭയമാരല്ലേ. ആശറൊക്കെ ഇനി കാണാം. സാധാരണ മറ്റേ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നമ്മളെ പല സുഹൃത്തുക്കളും പിൽക്കാലത്ത് പിന്നെ അവരെ കാണാതില്ലാതാവും. പക്ഷെ ആശർ അങ്ങനെ അല്ല. ആശർ നല്ല കാലിബറുള്ള ഒരു കലാകാരൻ തന്നെയാണ്. അയ്യോ, അവരൊക്കെ തെളിയിച്ചതാണല്ലോ. ജോമോനായിരുന്നാലും നമ്മുടെ സിജു ആയിരുന്നാലും അവരൊക്കെ തെളിയിച്ചതാണ്. സാഫ ആയിരുന്നാലും തെളിയിച്ചതാണ്. ഇപ്പം ഇനി ആശർ തെളിയിക്കും. പക്ഷെ അവരെ കൂടെ അഭിനയിക്കാൻ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അവരെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഇക്ക പറഞ്ഞൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ആശറിന്റെ ഗ്രാഫ് മേലോട്ട്, വാഴയുടെ പോക്ക് എങ്ങോട്ട് എന്നൊരു കമന്റ് ഞാൻ വായിച്ചായിരുന്നു. എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്താ പറയുക, നമുക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു പടമാണിത്. അത് ഒരു യൂത്തിൻ്റെ പടം മാത്രമല്ല, ഒരു ഫാമിലി പടം കൂടിയാണ്. ആവശ്യത്തിന് തമാശകളുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ഇമോഷൻസ് ഉണ്ട്. നമുക്ക് കണക്റ്റ് ആവുന്ന ഇമോഷൻസാണ് എല്ലാത്തിനും. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എല്ലാവരും, ആഷറൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കിട്ടിയ റോളുകൾ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും, നമ്മുടെ കൂടെയുള്ള ബാക്കി സിജു, ജോമാൻ അടക്കമുള്ള ബാക്കി ടീം എല്ലാവരും, ഇപ്പോൾ അസീസ് ആണെങ്കിലും നോബി ആണെങ്കിലും, ഞാൻ പറഞ്ഞു ഇതിലെല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഈ കഥയിലുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു മൂവിയാണ്. എന്തായാലും പോയി കാണാം.